ഈ കച്ചമ്പരിയും ഈ മുട്ടൂരയും കൂടിയാണ് ഇങ്ങനെ കഴിക്കുക. നമുക്ക് കഴിച്ചൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമേസിംഗ് ആഫ്രിക്ക. നമ്മൾ ഇന്ന് പോകുന്നത് കെനിയൻ്റെ നൈറോബിയിലെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. ശരിക്കും നമ്മുടെ മനസ്സിൽ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വറുത്ത് കോരിയിടുന്നത്, വളരെ മധുരമുള്ള കുറേ സാധനങ്ങൾ, അതൊക്കെയല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ നൈറോബിയിലെ സ്ട്രീറ്റ് ഫുഡ് വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇവിടെ കിട്ടുന്നത് ഇവിടെ കെനിയൻ സ്റ്റൈലിൽ കെനിയയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ സൈറ്റിൽ കുറച്ച് ടീഷർട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ട്സ് ആണ്. അധികം പൈസയൊന്നുമില്ല, നല്ല എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടീഷർട്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ടീഷർട്ട്സ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അമേസിംഗ് ആഫ്രിക്കൻ സ്പെഷ്യൽ ടീഷർട്ട്സ് വാങ്ങിച്ചു നോക്കൂ. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അതുപോലെ തന്നെ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കെനിയയിലെ നൈറോബിയിലെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ കിയോസ്ക് എന്ന് പറയുന്ന കുഞ്ഞു പെട്ടിക്കടകളുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് ഇവിടെ നമുക്കൊരു സ്ട്രീറ്റ് ഫുഡ് കാണാം. ഒരുപാട് പേര് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കാം. സാധാരണ ഇവിടെ ചപ്പാത്തിയും ബീൻസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടും, ചായയൊക്കെ കിട്ടും. നമുക്ക് പോയിട്ട് വരാം. ഇവിടെ അവക്കാഡോ ഇരിക്കുന്നുണ്ടോ? ഇവർ നോർമലി രാവിലെ കഴിക്കുന്നത് അവക്കാഡോ ആണ്. അതിൻ്റെ കൂടെ ആരോ റൂട്ടും കഴിക്കാം. ആരോ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് ആരോ റൂട്ട് കണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു അത് ചേമ്പാണെന്ന്. ശരിക്കും ചേമ്പ് ഞാനിവിടെ കണ്ടിട്ടില്ല. അവിടുത്തെ കർഷകൻ പറഞ്ഞതും അത് ആരോ റൂട്ടാണെന്നാണ്. നമുക്ക് ആരോ റൂട്ട് എവിടെയെങ്കിലും ഞാൻ കാണിച്ചു തരാം. കെനിയയിലെ ആരോ റൂട്ട് പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചേമ്പ് പോലത്തെ തന്നെ ചെടിയാണ്. എനിക്കും ആദ്യം ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണതെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആരോ റൂട്ട് കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് അവിടെ ഉണ്ടാവുന്നത്. എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ ചായ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ബീൻസ് ഉണ്ട്. അപ്പോൾ ഈ സാധാരണ ഇവിടെ ചപ്പാത്തിയുടെ കൂടെ ബീൻസ് അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങളിലുള്ള ചെടികൾ അതൊക്കെ വെച്ചിട്ടാണ് കഴിക്കാറ്. ഇന്ത്യക്കാർ ഇവിടെ വന്നിട്ടാണ് ഈ ചപ്പാത്തി ഇവർക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഇന്ത്യൻ ചപ്പാത്തീനെ പോലത്തെ നമ്മളുണ്ടാക്കുന്ന ചപ്പാത്തി പോലത്തെ ഒരു ചപ്പാത്തിയല്ല. ഇവിടെയും ചായ എന്ന് പറഞ്ഞവർക്ക് അറിയാം കേട്ടോ. ചപ്പാത്തി എന്ന് തന്നെയാണ് ഇവിടെ രണ്ടിൻ്റെ പേര്. ബീൻസ് കണ്ടോ, വലിയൊരു തരം ബീൻസാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഇല. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞ പോലെ ഇലയില്ലാതെ കണ്ട് കെനിയക്കാർക്ക് ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞ പോലെ ബീൻസിൻ്റെ അകത്തും ഇല ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ചപ്പാത്തി ഒന്ന് തിന്ന് നോക്കാം. ഇന്ത്യൻ ചപ്പാത്തിനേക്കാളും വളരെ വ്യത്യസ്തമാണ് കെനിയൻ ചപ്പാത്തി. കാരണം ഇത് ഭയങ്കര കട്ടിയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട്. കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനം കൂടുതലാണ്, പക്ഷേ സോഫ്റ്റാണ്. സോഫ്റ്റ് ആകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ എണ്ണയിലിട്ട് കുഴച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല രസമുണ്ട്. എനിക്ക് ഈ കെനിയൻ ചപ്പാത്തി കഴിക്കുമ്പോൾ കൂടുതലായിട്ട് തോന്നുന്നത് നമ്മുടെ പൊറോട്ട കഴിക്കുന്ന ഒരു ഫീലാണ്. നമുക്ക് ബീൻസിൽ മുക്കിയിട്ട് ഇതുപോലെ ബീൻസ് ഉള്ളിൽ വെച്ചിട്ട് കഴിച്ചു നോക്കാം. കൊള്ളാം. വലിയ ബീൻസ് ആണെങ്കിലും ഒരു നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. കെനിയൻ ചായ ഒരു പാലധികം ചേർക്കില്ല. പാല് കുറവും വെള്ളം കൂടുതലായിട്ടുള്ളൊരു ചായയാണ്. കടുപ്പം വളരെ നമ്മൾ എടുക്കുന്ന പോലത്തെ ഒരു ചായ അല്ല, കടുപ്പം വളരെ കുറവായിട്ടുള്ളൊരു ചായയാണ്.
വരുമ്പോഴേ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റ് ഫുഡാണ്. പൈസ കൊടുക്കുവാണേ. 150 double beans. Ayah. Angkat saja info. ബോടാ ചേട്ടന്മാരൊക്കെ പുറകെ കിടക്കുന്നുണ്ടോ. നമുക്കിനി ചപ്പാത്തി കഴിച്ചു കേട്ടോ. ചപ്പാത്തി കഴിച്ചു, നല്ല ചപ്പാത്തി ആയിരുന്നു. ഇനി നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. കാണാവുന്നത് കെനിയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ് മുട്ടൂര എന്നാണ് ഇതിൻ്റെ പേര്. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ കുടലില്ലേ, പശുവിൻ്റെ കുടല് വെച്ചിട്ടുള്ളൊരു സോസേജാണ്. അതായത് ഒരു കെനിയൻ സോസേജിനെയാണ് മുട്ടൂര എന്ന് പറയുന്നത്. ഇത് കണ്ടു ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് പശുവിൻ്റെ കുടലും കാര്യങ്ങളും, അതുപോലെ തന്നെ കുറച്ച് സവാളയും, പിന്നെ കുറച്ച് പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ക്യാബേജോ അങ്ങനെയുള്ള സാധനങ്ങളും ഇലവർഗ്ഗങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടാക്കുന്നതാണ്. ഇവിടെ നമ്മൾ നാട്ടിൽ കച്ചമ്പർ എന്നൊക്കെ വിളിക്കുന്ന പോലെ ഇവിടെ ഒരു കച്ചുംബരി ഉണ്ട്. ഈ കച്ചുംബരി ഈ കുടലിൽ ഇങ്ങനെ ഒഴിക്കുക. ഈ കച്ചമ്പരിയും ഈ മുട്ടൂരയും കൂടിയാണ് ഇങ്ങനെ കഴിക്കുക. നമുക്ക് കഴിച്ചൊക്കെ, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഭയങ്കര കഷ്ടം. ഇത് ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ നല്ല പച്ച ഇറച്ചിയുടെ നെയ്യിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റാണ്. ഞാൻ ഇനി കഴിക്കില്ല, ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. കൊള്ളാം എന്ന് പറയാം, എങ്കിലും നമ്മൾ കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. പാൻക്രിയാസ് ആണ് ഇവിടെ കറുത്ത കളറിൽ കാണുന്നത്. പിന്നെ പൊട്ടറ്റോസ്, ആ ഉരുളക്കിഴങ്ങും ഉണ്ട്. അതിങ്ങനെ എണ്ണയിലിട്ട് വറുത്താണ് കഴിക്കുന്നത്. പച്ച കേട്ടോ, പച്ച സാധനമാണ്. അതാ ചെയ്തിട്ട് അതിലിട്ട് ആദ്യം എണ്ണയിൽ വറുത്തിട്ടാണ് ഇവിടെ ഇട്ട് ഗ്രില്ല് ചെയ്യുന്നത്. ഇവിടെ പ്ലേറ്റ് ഒന്നും കൊടുക്കൂല കേട്ടോ. ഇവിടെ ഒരു പലക ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു പലകയുണ്ട്. എല്ലാവരും ഇതിൻ്റെ മുകളിൽ അരിയുന്നു, ഇവിടെ നിന്ന് തന്നെ എടുത്ത് തിന്നുന്നു. എല്ലാവർക്കും ഒരേ സ്ഥലത്തു നിന്നാണ്. പിന്നെ ഈ ഒരു സാധനത്തിന് ഈ ഒരൊറ്റ ഈ ഒരു മുട്ടൂരേക്ക് ഉണ്ടോ ഈ ഒരു എനിക്ക് വാരിയൊക്കെ തരുന്നുണ്ട്. ഇത്ര സ്നേഹമുള്ളവരെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ മുട്ടൂരയ്ക്ക് ഒരു പീസിനെന്ന് പറയുന്നത് 250 ഷില്ലിങ്ങാണ്. നാട്ടിലെ 170 രൂപ 180 രൂപയുടെ അടുത്ത് വരും. നേരത്തെ നമ്മൾ കഴിച്ച ചപ്പാത്തിക്ക് 40 ഷില്ലിങ്ങാണ്, ഒരു 25 രൂപ വരും. കെനിയക്കാർക്ക് രാവിലെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് മണ്ടാസി. കാണുമ്പോൾ നമ്മുടെ ഈ സമൂസ പോലെയൊക്കെ ത്രികോണ ആകൃതിയിലിരിക്കുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ബണ്ണ് പോലത്തെ ഒരു സംഭവം കേട്ടോ. അതാണ് ഇവരും നോർമലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഡോണറ്റ് ഇഷ്ടമാണ്. ഡോണറ്റ് എന്ന് പറയുമ്പം ആ മുകളിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ, അതാണ് ഡോണറ്റ്. ഇതാണ് മണ്ടാസി, കണ്ടോ, ത്രികോണാകൃതിയിലിരിക്കുന്ന. ഇതിന് 10 ഷില്ലിംഗ് ഉള്ളൂ കേട്ടോ. അതായത് ഒരു 67 രൂപയല്ല, 6 രൂപ 70 പൈസ ഏകദേശം. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ ബണ്ണൊക്കെ കഴിക്കണ പോലെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മണ്ടാസി ഉണ്ടാക്കാനായിട്ട്. ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നല്ല മധുരമായിട്ടും നല്ല സോഫ്റ്റായിട്ട് ബണ്ണ് പോലത്തെ ഒരു സംഭവം. നമ്മൾ ചപ്പാത്തിയും അതുപോലെ ചായയും ബീൻസും മുട്ടൂരയൊക്കെ കഴിച്ചു. ഇനി സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന വേറൊരു സംഭവമാണ് മീൻ. അപ്പോൾ മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ വന്നിട്ടുണ്ട്. വെസ്റ്റ് ഫിഷ് പോയിന്റ് എന്ന് പറഞ്ഞ കടയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ പോയിട്ട് മീനിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ദേ ഓമന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓമന ചേച്ചി, നമ്മൾ ഓമന എന്ന് പറയുന്നത് നമ്മുടെ ഓമന ചേച്ചീനാണ് ഓർമ്മ വന്നത്. നമുക്ക് ഓമന ചേച്ചി ആണോ അതോ ഏതെങ്കിലും ഒരു ഫിഷ് ആണോ എന്ന് നോക്കാം. ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് ഓമനയും
ഉഗാലിയാണ്. ഉഗാലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓമന ചിലപ്പം പുതിയതായിരിക്കും. ഓമന എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഓമന ചേച്ചിയല്ല. ഇവിടെ ഈ ചെറിയ മീനില്ലേ, നത്തോലി പോലത്തെ, നത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെ ഈ മീന് ഓമന എന്ന് പറയുന്നത്. ഇവർ വറുത്തിട്ട് നമ്മുടെ ഉണക്കമീൻ പോലെയാണ് കേട്ടോ ഇത് ഇരിക്കുന്നത്. വറുത്ത് ഡ്രൈ ചെയ്തിട്ട് ഉണക്കി ഉണക്കി സൂക്ഷിക്കും ഈ മീൻ. എന്നിട്ട് അവർ തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഓമനക്കറി. അങ്ങനെ വേണമെങ്കിൽ പറയാം, ഓമന ഫ്രൈ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഗാലിയില്ലേ, ഇങ്ങനെ ഈ ഓമനയിൽ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഈ ഉണക്കമീനും ഉഗാലിയും കഴിക്കുന്ന പോലെ നല്ല ഉഗാലിയാണ്. അതുപോലെ തന്നെ ഓമനയ്ക്ക് ഇത്തിരി കയ്പുണ്ട്. എന്താ അങ്ങനെ കയ്പ് വരാൻ കാരണം എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അവരതിൻ്റെ തലയും വാലും ഒന്നും കളയാത്തതുകൊണ്ടായിരിക്കും. ഒന്നും കളയില്ല, നമ്മുടെ മീനൊന്നും അങ്ങനെ തലയൊന്നും കളയില്ല. എന്നാലും ഒരു കയ്പുണ്ട്, പക്ഷെ എന്നാലും കൊള്ളാം. ഇതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷിനെ ഒരു സ്റ്റൂവിലിട്ട് ഉണ്ടാക്കി തരും. അത് ഇവിടുത്തെ ഒരു ഫിഷ് കറിയാണ്. നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കാം. താങ്ക് യു. മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്യാപ്സിക്കും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയ നല്ല കിടിലൻ മീൻ കറി. കാണാൻ നല്ല ലുക്കുണ്ട്, കഴിച്ചു നോക്കാം. ഇതുപോലൊരു മീൻ കറി നമ്മളൊരു വേറെ വീട്ടിൽ പോയി വെച്ച് കഴിച്ചിട്ടുണ്ട്. അന്ന് ക്യാപ്സിക്കം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നല്ല ക്യാപ്സിക്കം ഒക്കെ ഉണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാത്രമൊക്കെ അടിപൊളിയായിട്ട് നല്ല രീതിയിലൊക്കെ തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ മീനിൻ്റെ പോലത്തെ പാത്രമാണ്. നമുക്കിവിടെ വെച്ചിട്ട് ഇത് കഴിച്ചു നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്. കൊള്ളാട്ടെ, സൂപ്പറാണ്. ഉപ്പൊക്കെ പാവത്തിനാണ്. എരിവൊന്നും ഉണ്ടാവില്ല. മീനിൻ്റെ ചീത്ത മണമില്ല. നമ്മുടെ എല്ലായിടത്തും ചിലപ്പോൾ അങ്ങനെ ഒരു മണം കിട്ടാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. കാരണം ഇവിടെ മിക്ക സ്ഥലങ്ങളിലും മീനിൻ്റെ മണം, അങ്ങനെ ഉളുമ്പ് മണം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിന് മീനിൻ്റെ മണമൊന്നുമില്ല. നല്ല കിടിലൻ മീൻ കറി കേട്ടോ. കെനിയയിൽ ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഓട്ടോറിക്ഷനെ പറ്റിയൊന്നും പറഞ്ഞില്ലെന്ന്. ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷ ഉണ്ട്. നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത ഓട്ടോറിക്ഷയാണ്. ഇത് ഏത് ടീമാണെന്നൊന്നും എനിക്കറിയില്ല. ഫുട്ബോളിൻ്റെ ഏത് ആൾക്കാരാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ നല്ല ഭംഗിയിൽ കളർഫുള്ളായിട്ടുള്ള ഓട്ടോറിക്ഷകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതിലൊന്നാണ് എൻ്റെ പുറകെ കിടക്കുന്നത്. ഇത് മാൻ യുണൈറ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് TVSൻ്റെ ഓട്ടോറിക്ഷ കേട്ടോ. ഞാൻ ശരിക്കും ഇവിടെ വന്നിട്ട് ഓട്ടോറിക്ഷയുടെ ഞാൻ പെണ്ണായതുകൊണ്ടാണോ എന്നറിയില്ല, ഈ വണ്ടിയുടെ ഒന്നും ഏത് വണ്ടിയാണെന്നൊന്നും അങ്ങനെയൊന്നും അന്വേഷിക്കാറില്ല. പക്ഷെ ഇത് ഞാനിപ്പോൾ കണ്ടു, TVSൻ്റെ ഓട്ടോറിക്ഷയാണ്. പോവാണ് സൂപ്പർ ലുക്കിലൊരു ഓട്ടോറിക്ഷ. ചിക്കനായിട്ടോ ഇങ്ങനെ മുറിച്ചിട്ടാ തരുന്നേ. ചിക്കനാണ്. ചിക്കൻ എങ്ങനെ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിച്ചിട്ട് അതിലിട്ട് ഇങ്ങനെ വരട്ടിയിട്ടാണ് തരുന്നത്. കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. എന്തൊക്കെയോ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഉപ്പുണ്ട്. സൂപ്പറാണ്, അടിപൊളിയാണ്. ചിക്കനല്ലേ, സൂപ്പർ അല്ലാതെ ഇരിക്കും. അടിപൊളി. നമ്മുടെ ഇവിടേക്ക് ഈ പെങ്കൊച്ചിനെ നാണം വരുന്നുണ്ട്. ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് എഗ്ഗ്, സോസേജ്, അതുപോലെ തന്നെ സമൂസ ഉണ്ട്. നമുക്കത് നോക്കാം. ഇവിടെ മുട്ടയുണ്ട്. മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങിയ മുട്ട കേട്ടോ. പിന്നെ ഒരു സോസേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സോസേജ്. പിന്നെ ദിസ് വൺ ഇസ് സമൂസ റൈറ്റ്. പിന്നെ കെനിയൻ സമൂസ ഉണ്ട്. ദിസ് വൺ ഇസ് വെജ് ഓർ നോൺ വെജ്? വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ? ദിസ് വൺ സോറി, vegetarian or non-vegetarian? Chicken or tomato?
ഇത് ചിക്കനൊന്നും അല്ല കേട്ടോ, സമൂസേൻ്റെ ഉള്ളിൽ എന്തോ പച്ചക്കറി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് വാങ്ങിച്ചു നോക്കാം. I need 1 egg, 1 sausage and 1 samosa. Yes. എഗ്ഗ് ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തക്കാളിയും സവാളയൊക്കെ വെച്ച് തരും. കുറച്ച് ഉപ്പും കൂടി ഇടും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ആട്. പിന്നെയും നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് മുട്ട പുഴുങ്ങിയതിൻ്റെ ഉള്ളിൽ തക്കാളിയും സവാളയും. നമുക്കിത് കഴിച്ചു നോക്കാം. നമ്മളിങ്ങനെ എടുക്കുന്നു. തക്കാളി സവാളയും മാത്രമല്ല, നല്ല പച്ചമുളകുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ചമുളക് ഉള്ളതുകൊണ്ട്. ഇനി അടുത്തത് സോസേജ് കഴിച്ചു നോക്കാം. സോസേജ് 1 സോസേജ് വാങ്ങിച്ചിട്ടുണ്ട്. സോസേജ് ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ ആരെയും കാണിച്ചു കൊടുക്കൂലെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒളിപ്പിച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലും ഈ കച്ചമ്പരി എന്ന് പറയുന്ന സവാളയും തക്കാളിയും ഇട്ടിട്ടാണ് തരുന്നത്. സോസേജിൻ്റെ അകത്തും ഇതുപോലെ മുറിച്ചിട്ട് സവാളയും തക്കാളിയും അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാവേ. കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. സോസേജ് ഇത്തിരി കട്ടിയുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്തിരി എരിവൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. നമ്മളൊരു 4 കഷ്ണം ചിക്കൻ വാങ്ങിച്ചു. അതിന് 240 ഷില്ലിങ്, അതായത് നമ്മുടെ നാട്ടിലെ 170 രൂപ 160 രൂപയുണ്ട്. അപ്പോൾ അത് ഇത്തിരി കൂടുതലാണ്, വില കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. താങ്ക് യു. യുഎസ് സ്റ്റിൽ നമ്പർ. ഒരു മുട്ട പുഴുങ്ങിയതിനും സോസേജിനും 50 ഷില്ലിങ് ആയി. രണ്ടിനും കൂടി ഒരു 30-35 രൂപ. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു 25 ഷില്ലിങ് 17 രൂപ 17 രൂപ അങ്ങനത്തെ ഉള്ള റേഞ്ചിലാണ്. ഓക്കെ, നമുക്കിനി അടുത്ത സ്ഥലത്ത് പോയി നോക്കാം. Mimi nakwanga na nini hapo juu. Alafu join group ya FB ka West. ഈ കാണുന്നത് ബീറ്റ്റൂട്ടിൻ്റെയും അവക്കാഡോൻ്റെയും മാംഗോയുടെയും മിക്സ് ആയിട്ടുള്ള ജ്യൂസാണ്. ഇതിന് 100 ഷില്ലിംഗ് ആണ്, 67 രൂപ. അത് ഇവിടെ ബീറ്റ്റൂട്ട് മാത്രമായിട്ടുള്ള ജ്യൂസ് ഉണ്ട്, മാംഗോ മാത്രമുണ്ട്, അവക്കാഡോ മാത്രമുണ്ട്. ഈ ബീറ്റ്റൂട്ട് ജ്യൂസ് കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ ഇതിന് മധുരം പോലും ഇല്ല. ഇവർ പഞ്ചസാര പോലും ഇട്ടിട്ടില്ല. ചേട്ടൻ പറയണത് ഇത് ആരോഗ്യത്തിന് വേണ്ടി ചേട്ടൻ ഉണ്ടാക്കിയേക്കുന്ന ഇതാണ്. ഓക്കെ, ഇതിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ജ്യൂസും കുടിച്ച് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നെയ്റോബിയിലെ സ്ട്രീറ്റ് ഫുഡ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ. മാക്സിമം നമ്മൾ എടുക്കുന്നുണ്ട്. ഇനിയും എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ വേറെ എപ്പിസോഡിൽ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുമുമ്പ് നമ്മുടെ സൈറ്റിൽ കയറി നോക്കിയിട്ട് ടീഷർട്ട്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കുക. അത് നമുക്കൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.